അപ്പോൾ ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാം. അപ്പോൾ നിങ്ങളെന്ത് ചെയ്തു? ആം പഠിച്ചു, ഈസ് പഠിച്ചു. ഇനി അടുത്തതായിട്ട് ആറാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു ആം, ഈസ്, ആർ എല്ലാറ്റിനും ഒരേ മീനിങ്ങാണ്, ആകുന്നു എന്ന അർത്ഥമാണുള്ളത്. അതിൻ്റെ ഉപയോഗം ഇനി നിങ്ങൾ ആറും കൂടി പഠിക്കുന്നതുകൂടി ആ കാര്യം അങ്ങോട്ട് വ്യക്തമായി. അതായത് ആം ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ മാത്രം, ഈസ് ഉപയോഗിക്കുന്നത് ഏകവചന സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രം. ഇനി ആറ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ബഹുവചന സബ്ജക്റ്റ്, ബഹുവചനങ്ങളായിട്ടുള്ള ഒന്നിലധികമുള്ള ആളുകൾ, വസ്തുക്കൾ, കാര്യം ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ആറ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹീ ഈസ് എ സ്റ്റുഡൻറ്റ്. അവൻ എന്നുള്ളതിൻ്റെ ബഹുവചനം അവർ എന്നാണല്ലോ. അപ്പോൾ ദേ ആർ സ്റ്റുഡൻസ്. അവർ വിദ്യാർത്ഥികളാകുന്നു. വി ആർ ഫ്രണ്ട്സ്. ഓക്കെ, മോഹൻ ആൻഡ് അഹമ്മദ് ആർ നൈബേഴ്സ്. ഇങ്ങനെ വരുന്ന സെൻറ്റൻസുകളൊക്കെ പറയാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ കുറച്ചുകൂടി ഉദാഹരണം നോക്കുകയാണെങ്കിൽ ജമ്പിങ് ആൻഡ് റണ്ണിങ് ആർ ഗുഡ് എക്സസൈസസ്. ഓക്കെ, രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആറ് ഉപയോഗിച്ചു. ഇനി ഇതേപോലെ തന്നെ വെർബിൻ്റെ കൂടെ പറയുമ്പോഴും ദേ ആർ സ്റ്റഡിയിങ്, ദേ ആർ സ്റ്റുഡൻസ്, ദേ ആർ സ്റ്റഡിയിങ്, വി ആർ ഫ്രണ്ട്സ്, വി ആർ പ്ലേയിങ്. ഇനി യു ആർ എ സ്റ്റുഡൻറ്റ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, യു എന്നുള്ളത് നമ്മൾ ഒരാളോടാണ് പറയുന്നതെങ്കിലും ഒന്നിലധികം ആളുകളോടാണ് പറയുന്നതെങ്കിലും നമ്മളത് യുവിനെ ബഹുവചന രൂപമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരാളോടാണ് പറയുന്നതെങ്കിലും യു ആർ എ സ്റ്റുഡൻറ്റ്, നീ ഒരു വിദ്യാർത്ഥിയാണ്, യു ആർ എ സ്റ്റുഡൻറ്റ്. നമ്മൾ കുറച്ച് കൂട്ടം ആളുകളോടാണ് പറയുന്നത് യു ആർ സ്റ്റുഡൻസ്, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. അവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ എ ഒരാളോടാണ് പറയുന്നതെങ്കിൽ എ ചേർക്കുക, ഒന്നിലധികം ആളോടാണ് പറയുന്നതെങ്കിൽ ആ എ ചേർക്കാതെ പറയുക. അത്ര മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള കുറേ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഐ വെച്ചിട്ട്, അതുപോലെ ഹീ, ഷി, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ബഹുവചന രൂപത്തിലേക്ക് മാറ്റുക. ഉദാഹരണത്തിന് ഐ എന്നതിൻ്റെ ബഹുവചനം ഇപ്പോൾ പ്ലൂറൽ ഫോം വി എന്നാണ്. അങ്ങനെ എന്ത് ചെയ്യാം, പിന്നെ ഉദാഹരണത്തിന് an example, we are waiting for the flight and we are going to Calicut today. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുത്ത നിമിഷത്തിൽ, അല്ലെങ്കിൽ അടുത്ത ഏതാനും മണിക്കൂറുകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ പറയാം. ഓക്കെ, പിന്നെ ഇനി കൂടുതൽ എക്സസൈസുകൾ ചെയ്യാം. ഇനി നമുക്കിവിടെ ഒരു ടേബിൾ നോക്കാം. ഈ ടേബിളിൽ പറയുന്ന സെൻസുകൾ നിങ്ങൾ അതേപോലെ ചെയ്യുക. ഇതാണ് ഈ ടേബിൾ നമ്മൾ ഇപ്പോൾ മുൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ചെയ്തതുപോലെ തന്നെയുള്ളൊരു ടേബിളാണ്. നമ്മൾ ആദ്യം ഇതിൽ സബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്. ദേ, വി, യു, സ്റ്റുഡൻസ്, ചിൽഡ്രൻ, അങ്ങനെ വരുന്ന സബ്ജക്ട്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും സബ്ജക്ട്സുകളൊക്കെ കൂട്ടി എഴുതി ഇതാക്കാം. രണ്ടാമത്തതിൽ ആറാണ്. മൂന്നാമത്തതിൽ കുറച്ച് ING ഫോം വെച്ചിട്ടുള്ള വെർബുകൾ കൊടുത്തിട്ടുണ്ട്. വെയിറ്റിംഗ്, വാട്ടറിങ്, ഈറ്റിംഗ്. നാലാമത്തെ കൊളത്തിലുള്ളത് ദ ഹൗസ്, ഷൂസ്, ഫ്ലവേഴ്സ്, ഫോർ മീ, ലഞ്ച്, എ പ്രോബ്ലം, പ്ലാൻസ്, കോർട്ട്യാർഡ്, ഇങ്ങനെ തുടങ്ങുന്ന വാക്കുകളാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യത്തിൽ നിന്ന് മാച്ച് ആകുന്നത് നോക്കിയിട്ട്, ഇപ്പോൾ ദേ ആർ വെയിറ്റിംഗ്, ഏതാണ് വരേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഏതാണ് ഇതിൽ മാച്ച് ആകുന്നത്? ദേ ആർ വെയിറ്റിംഗ്, അവർ കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മാച്ച് ആകുന്നത് നിങ്ങൾ നോക്കി എഴുതുക. അങ്ങനെ ഓരോന്നും മാറ്റി എഴുതുക. ഓരോ സബ്ജക്റ്റ് വെച്ചിട്ടും ഓരോ വെർബ് വെച്ചിട്ടും മാക്സിമം സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ടേബിളിൽ നിങ്ങൾ നാലാമത്തെ കോളത്തിൽ വരുന്ന വാക്കുകളിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതുന്നത് ശരി തന്നെയാണോ എന്ന് നോക്കാം. നിങ്ങൾ എഴുതിയതിന് ശേഷം മാത്രമേ ഇത് ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം എഴുതുക, എന്നിട്ട് പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇത് എഴുതിയതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാം, ഈ ആൻസറുകൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ദേ ആർ വെയിറ്റിംഗ് ഫോർ മീ, ദേ ആർ വാട്ടറിങ് ദ പ്ലാന്റ്സ്, ദേ ആർ ഈറ്റിംഗ്
the lunch. They are solving a problem. They are plucking flowers. They are polishing the shoes. They are painting the house. They are sweeping the courtyard. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇതാണ് ഇതിൻ്റെ ശരിയായ രൂപങ്ങൾ. കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം എന്നാണ്. ബാക്കിയൊന്നും ഇതിൽ മനസ്സിലാവാത്തത് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ സോൾവിങ് അറിയാം, പരിഹരിക്കുന്നു. പ്ലക്കിംഗ് എന്ന് പറഞ്ഞാൽ പറിക്കുക. ഇപ്പോൾ പൂ പറിക്കുക എന്നുള്ളതിന് പ്ലക്കിംഗ് എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക എന്നാണ്. പിന്നെ സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അടിക്കുക, അടിച്ചു വാരുക എന്നർത്ഥമാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്ന എളുപ്പത്തിലുള്ള വാക്കുകളാണ്. അപ്പോൾ ഓക്കെ, 6 വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി ഉണ്ടാക്കിയ സെൻറ്റൻസുകൾ, പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി ചോദ്യമാക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ക്വസ്റ്റ്യൻ മേക്കിംഗ് ഈസ് നോട്ട് എ ന്യൂ തിങ് ഫോർ യു. യു നോ ഹൗ ടു മേക്ക് എ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്ത് ചെയ്യാം? 6 എടുത്തിട്ട് you just put the auxiliary are in front of the subject. For example, they are students. അതിൽ are എടുക്കുക, just put it in front of they and it becomes are they students? അവർ വിദ്യാർത്ഥികളാണോ? Are they studying? അവർ പഠിക്കുകയാണോ? Are they coming today? അവരിന്ന് വരുന്നുണ്ടോ? നമ്മൾ മുമ്പ് പറഞ്ഞ സെൻറ്റൻസുകൾ എല്ലാം ഒന്നിങ്ങോട്ട് മാറ്റി നോക്കാം. ഫോർ എക്സാമ്പിൾ, യു ആർ ഫ്രണ്ട്സ്. ആർ യു ഫ്രണ്ട്സ്? വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫ്ലൈറ്റ്. ആർ വി വെയിറ്റിംഗ് ഫോർ ദ ഫ്ലൈറ്റ്? ആർ യു ഗോയിങ് ടു ഡൽഹി ടുഡേ? Are they coming? Are Andrew and Zain neighbors? Or we can ask, are they neighbors? Now what you have to do is, you just change the sentences in the table into question form. Okay, just like this, you can see the table. It was, they are waiting for me. Okay, now you just change this into the question. Are they waiting for me? Or are they watering the plants? Or are you waiting for me? Or are you solving a problem? Like that you have to make maximum questions. Okay. ഇതുപോലെ എന്ത് ചെയ്യുക? ഇത് വെച്ചിട്ട് ഈ പറഞ്ഞ സെൻറ്റൻസുകളെല്ലാം ക്വസ്റ്റ്യനിലേക്ക് മാറ്റി എഴുതുക, അതെല്ലാം ക്വസ്റ്റ്യൻ ആക്കുക, എന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. Okay, now I think that you don't feel much of difficulty to understand these lessons. So, hope you have understood. Thank you for watching and keep practicing. Okay, take care. Bye.